ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഒന്നും മടിയാണ്. എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവാൻ എന്താ പറയുക, സ്കൂൾ തുറക്കുന്ന ദിവസം വരെ നമ്മൾ കാത്തിരുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ അതൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സാധനം അവൾക്ക് വേണ്ട ഓരോ സാധനം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോയിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ ബാഗ്, ഡോറ ബുജിയുടെ ബാഗ്, അതുപോലെ ചോട്ടാ ഭീമിൻ്റെ ബോക്സ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റേനെ ഇതാ വീട്ടിലാക്കിയിട്ട് ഞാനും സനിയും കൂടിയിട്ട് നമ്മുടെ ചെറുതൂരത്തിലുള്ള ദുബായ് ഷോറൂം കടയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ ഒരുപാട് എന്താ പറയുക സ്കൂബിയുടെ ഒക്കെ ബാഗൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സനു ഇനിയിപ്പോൾ UKGയിലേക്കല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സനുവിന് അത്രയും ചെറിയൊരു ബാഗ് മതിയല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡോറ ബുജിയുടെ ബാഗാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. സനു ആണെങ്കിൽ ഏത് സാധനം എടുത്താലും ഡോറ ബുജ്ജിയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക ഓവർ വലിപ്പമായിരുന്നു, അത്രയൊന്നും ഇപ്പം ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒക്കെ എല്ലാതും ചെറുതൊരു അത്യാവശ്യം വലിപ്പത്തിലുള്ളത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവൾക്ക് സ്നാക്സ് ബോക്സും വെള്ളം കുപ്പിയും എല്ലാം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, നമുക്കിപ്പോൾ ഒരു കടയിൽ ചെന്നാൽ എന്താ പറയുക, ഇങ്ങനെ പലതും പല ഡിസൈനുകൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ ഒരു അട്രാക്ഷനാണ്. ഏതാ വാങ്ങേണ്ടതെന്നും ഏതാ എടുക്കേണ്ടതെന്നും സത്യം പറഞ്ഞൊരു കൺഫ്യൂഷനാണ് കേട്ടോ. എനിക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെന്താ, എൻ്റെ കൺഫ്യൂഷനിലൊരു പ്രസക്തി ഇല്ലാത്ത കാര്യം നമ്മുടെ സനുവിന് ആവശ്യമുള്ളത് അവൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ എന്താ പറയുക റബ്ബർ, കട്ടർ, അങ്ങനെ എല്ലാം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവർക്കാണെങ്കിൽ ഇത് മാത്രമല്ലല്ലോ, അവിടെ കണ്ണി കണ്ടതൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുക്കാനൊന്നും നിന്നില്ല. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. പോരുന്ന വഴിക്ക് നമ്മുടെ സനുവിന് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അരുണേട്ടനാണെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നാട്ടിലില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താ പറയുക, വണ്ടിയുടെ ബാക്കിൽ കയറുക, സാധനങ്ങൾ വാങ്ങിയിട്ട് പോരുക, അങ്ങനെയാണല്ലോ ശീലം. ഇപ്പോൾ പുറത്ത് പോയി വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ നാട്ടിൽ വർക്കില്ലാത്ത കാരണം ഏട്ടൻ ഇവിടെ പൊള്ളാച്ചിയിലാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനിത് സനുവിനെ വാങ്ങി കൂട്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കുറച്ചധികം സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എനിക്ക് 1-2 ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളയും മാലയും സ്ലൈഡും ക്ലിപ്പുകളും എല്ലാം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഈ ബാഗൊക്കെയാണ് വാങ്ങിയത്. ഇതൊക്കെയുണ്ട് നമ്മുടെ സനുവിനെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവിടെ മഴ നല്ല പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ.